നാരായണ 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 ഹരേ. ലോകത്തുള്ള എല്ലാ ശ്രീകൃഷ്ണ ഭക്തന്മാർക്കും ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി ആശംസകൾ. ഹരേ ശരണമയ്യപ്പ. നമുക്ക് അതിമനോഹരമായ ഒരു മന്ത്രത്തോടു കൂടി ആരംഭിക്കാം. ഓം കൃഷ്ണേന ശിഖിപിഞ്ച സംയുതകചോ ബാലാകൃതികർണയോ തന്മുദ്രാ മകരോജ്വലോലകുടകം ചക്രം വഹൻ ദക്ഷിണേ ദോർവാമം സദരം കടൗ വിനിദത ലംബാഗ്രമർദ്ധോരുഗം ബിഭ്രദീപ്തവിഭൂഷണം സുലളിതോ രക്ഷേത് സ്ഥിതോ ഗൗരജാ. ഓം വേണുവാദനകരാഭ്യാം നമഃ. ഓം ബർഹാലങ്കൃത മകുടായ നമഃ. ഓം വനമാലാ അതി സർവാഭരണ വിഭൂഷിതേഭ്യോ നമഃ. തന്ത്രസമുച്ചയത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്കും തുടർന്നുള്ള പൂജകൾക്കും ഉപയോഗിക്കുന്ന മന്ത്രമാണിത്. മറ്റൊന്നുമല്ല, മയിൽപ്പീലി ചാർത്തിയ തിരുമുടി കിരീടമണിഞ്ഞ ബാലസ്വരൂപമാണ് ഈ കൃഷ്ണൻ. കർണങ്ങളിൽ അത്യമൂല്യമായ കുണ്ടലങ്ങൾ അണിഞ്ഞും ഓടക്കുഴൽ വിളിച്ചുകൊണ്ടും ധാരാളം വനമാല അടക്കം ധാരാളം ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് അരയിൽ അരഞ്ഞാണവും കിങ്ങിണിയും ധരിച്ചുകൊണ്ട് മഞ്ഞപ്പട്ട് തറ്റുടുത്തുകൊണ്ട് തുടയുടെ പകുതി വരെ തറ്റുടുത്ത് ആ ഗോകുലവാസിയായ കൃഷ്ണൻ, ആ ഗോകുലവാസിയായ കൃഷ്ണനെ ഹൃദയ കമലത്തിൽ നാം പ്രതിഷ്ഠിക്കണം. ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ നാം പ്രതിഷ്ഠിക്കണം. എങ്കിൽ മാത്രമേ രക്ഷേത് സ്ഥിതോ ഗൗവ്രജ, ഈ കൃഷ്ണനെ സ്ഥിരമായി ഹൃദയത്തിൽ ഉപാസന ചെയ്യണം. ഞാനിത് എൻ്റെ അച്ഛനിൽ നിന്നും പഠിച്ച മന്ത്രമാണ്. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമാണ് എൻ്റെ പിതാശ്രീ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ശംഭുവാദ്യാർ. എൻ്റെ ഇല്ലത്ത് നിത്യ തേവാരമുണ്ട്. ആ തേവാരവും ഗണപതി ഹോമവും ക്ഷേത്രവുമുണ്ട്. അവിടെ നിത്യശാന്തിയുമുണ്ട്. ഈ തേവാരത്തിൽ നല്ല ഒരു ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. ആ ഭഗവാന്റെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രമാണ് ഇത്. നമുക്ക് ജന്മാഷ്ടമി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആഘോഷിച്ചു വരുന്ന ഒരു അത്യസുലഭ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സുഹൃതികളാണ് ഭാരതീയ ഹൈന്ദവ ആരാധകന്മാർ. കാരണം ഈ കൃഷ്ണദർശനം ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമാണ് ആഘോഷിക്കുന്നത്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും കോമൺ സെൻസിനും ഇണങ്ങുന്ന രീതിയിലുള്ള ഭാരതീയ
ഹൈന്ദവ ദർശനങ്ങളിൽ ഏറ്റവും ഉദാത്തമായ ദർശനമാണ് ശ്രീകൃഷ്ണ ദർശനം, ശ്രീകൃഷ്ണ അവതാരം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ, വിശിഷ്യ എൻ്റെ ഭാരതത്തിൽ ഈ കൃഷ്ണസങ്കല്പത്തിന് ഇത്രയധികം പ്രാധാന്യം. കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം. ഞാൻ വൈക്കത്തമ്പലത്തിൽ വേദപാഠശാലയിലെ കുട്ടികൾക്ക് വേദം പഠിപ്പിക്കുന്നുണ്ട്, ഭഗവത്ഗീതയും പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഉദയനാപുരത്തമ്പലത്തിലെ വേദപാഠശാലയിൽ കുട്ടികൾക്ക് വേദം പഠിപ്പിക്കുന്നുണ്ട്, ഭഗവത്ഗീതയും പഠിപ്പിക്കുന്നുണ്ട്. അവിടെ കുട്ടികളോട് ഞാൻ ഇങ്ങനെയാക്കി കാണിക്കും, അപ്പോൾ അവർ പറയും കൃഷ്ണൻ എന്ന് പറയും. അവിടെ നിന്ന് ഞാൻ എടുത്ത ഈ സൂത്രം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാരോട് ഞാനിത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അവരപ്പോൾ കൃഷ്ണൻ പറയും. എന്തിന്? ഒരു മയിൽപ്പീലി കാണിച്ചാൽ മതി, ഒരു മയിൽപ്പീലി കാണിച്ചാൽ മതി. ഓം ബർഹാലങ്കൃത മകുടായ നമഃ. അതായത് മയിൽപ്പീലി ചാർത്തിയ തിരുമുടി, അത് കിരീടമാക്കി വച്ചിരിക്കുന്ന കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം. എന്താണ് ഭഗവാൻ സ്വയം പൂർണ്ണാവതാരമായി അവതരിച്ചിരിക്കുകയാണ്. അവതാരങ്ങൾ 3 1 അംശാവതാരം, 2 കലാവതാരം, 3 പൂർണ്ണാവതാരം. അംശാവതാരമാണ് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും. ദശാവതാരത്തിൽ കൃഷ്ണൻ ഒഴികെയുള്ള മറ്റ് അവതാരങ്ങളും മറ്റ് ദേവീദേവന്മാരും ഒക്കെ അംശാവതാരമാണ്. കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ പൂർണ്ണാവതാരമാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ഇനി മുതൽ പറയുമ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്നതിന് പകരം പൂർണ്ണ ജ്ഞാനാവതാരമാണ് കൃഷ്ണൻ. എന്തുകൊണ്ട്? മറ്റൊന്നുകൊണ്ടുമല്ല. കൃഷ്ണൻ അവതരിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഉയർത്താൻ ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം നമുക്ക് സമ്മാനിക്കാൻ വേണ്ടി മാത്രമാണ് കൃഷ്ണൻ്റെ അവതാരം. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രാധേശ്യാം ഉത്തരേന്ത്യയിൽ എവിടെയും കേൾക്കുന്നൊരു വാക്കാണ് രാധേശ്യാം. നമ്മളിവിടെ രാധാ കൃഷ്ണൻ എന്ന് പറയും. നോക്കൂ, നമുക്കൊക്കെ കാമുകിമാരുണ്ട്. പക്ഷേ നമ്മുടെ കാമുകിമാരുടെ പേര് അയ്യപ്പസ്വാമിയോട് പോലും നമ്മൾ പറയില്ല. ലോകത്തിൽ സ്വന്തം പേരിൻ്റെ മുമ്പിൽ തൻ്റെ ആരുമല്ലാത്ത എല്ലാമായ ആത്മസുഹൃത്തും തൻ്റെ കാമുകിയും തൻ്റെ സർവസ്വമായ രാധയെയാണ് മുൻനിർത്തിയിരിക്കുന്നത്. ഈ രാധയെ മുൻനിർത്തി രാധയുടെ നിഴലായി കൃഷ്ണൻ പിറകിൽ നിൽക്കുമ്പോഴുള്ള സൗന്ദര്യം അത്യപാര സൗന്ദര്യമായതുകൊണ്ടാണ് രാധേശ്യാം. കേരളത്തിൽ നമ്മൾ രാധാകൃഷ്ണൻ നോക്കൂ, രാധേശ്യാം ശ്യാമവർണ്ണനാണ്, നീലാംബരവർണ്ണനാണ്, മറ്റൊന്നുമല്ല, അനന്തമായ സ്നേഹ ഊർജ പ്രവാഹമാണ് കൃഷ്ണൻ എന്ന് തിരിച്ചറിയണം. ഈ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, മറ്റു മതസ്ഥർക്ക് ഈ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ പറയണം. നോക്കൂ, ഭഗവത്ഗീതയിൽ നോക്കൂ, ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസം ശരണം സുഹൃത്ത് പ്രഭവ പ്രളയസ്ഥാനം നിവാസം ബീജമവ്യയം. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ കൃഷ്ണനെ പ്രഭുവാണ്, റൂളറാണ്, ഗവർണറാണ്, ചക്രവർത്തിയാണ്. ആ കൃഷ്ണനെ ശരണം, സറണ്ടർ ചെയ്യണം. ഏത് ഭാവേന? സുഹൃത് ഭാവേന. ശരണം സുഹൃദ്. ഗതിർഭർത്ത പ്രഭുസാക്ഷി നിവാസം ശരണം സുഹൃത്ത്. നോക്കൂ, സുധാമാവ് എന്ന കുചേലൻ കുബേരനായി ഉയരുന്നു. എവിടെയാണ്? ആത്മബന്ധത്തിൻ്റെ, ഉദാത്തമായ സുഹൃത് ബന്ധത്തിൻ്റെ പ്രത്യേകതയാണ്. ഭാഗവതം കേൾക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നമുക്കറിയാം. ഉദ്ധവരും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്തിന്?
10ാം ക്ലാസ് തോറ്റിട്ട് വെറുതെ ഇരിക്കുന്ന ആളോട് പറയും ഇവിടെ താൻ പോയിട്ട് ഡ്രൈവർ ആവിടോ എന്ന്. അങ്ങനെ തൻ്റെ ആത്മസുഹൃത്തായ അർജുനൻ്റെ തേരാളിയാവുകയും ചെയ്തു. അർജുനൻ പറയുന്നു, സേനയോർ ഉപയോർ മധ്യേ രഥം സ്ഥാപയമേച്ചുത. എടാ വണ്ടി എടുക്കടാ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെയാണ് അർജുനൻ പറയുന്നത്. കാരണം എന്താണ്? ആ കൃഷ്ണൻ്റെ സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് അർജുനൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ഈ കൃഷ്ണൻ എന്ന വാക്ക് അത് നമുക്ക് വേദങ്ങളിലൊക്കെ ദർശിക്കാൻ സാധിക്കുന്ന ഒരു വാക്കാണ് കൃഷ്ണൻ. അപ്പോൾ ഒരു ദിവസം അർജുനനും ഭഗവാനും കൂടി ഇങ്ങനെ, പഴംപുരാണല്ല കേട്ടോ, പഴംപുരാണല്ല, ശ്രദ്ധിച്ചോളൂ. ഒരു ദിവസം അർജുനനും കൃഷ്ണനും കൂടെ ഇങ്ങനെ ഒന്നിച്ച് നടക്കുകയാണത്. നടക്കുമ്പോൾ വളരെ പ്രേമമായി, വളരെ സ്നേഹത്തോടു കൂടി അർജുനൻ ചോദിച്ചു, കൃഷ്ണ, അല്ലയോ കൃഷ്ണ, ഭഗവാനെ, അങ്ങയുടെ പേര് ഈ കൃഷ്ണൻ ആവാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ ഭഗവാനെ എന്ന് ചോദിച്ചു. പറഞ്ഞത് നന്നായി, ഇത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. അങ്ങനെ ഭഗവാൻ തന്നെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ സ്നേഹപൂർവം, വളരെ പ്രേമപൂർവം അർജുനോട് പറയാണ്, കൃഷാമി പൃഥിവീം പാർത്ഥ ഭൂത്വാ കാഷ്ണയസ്തോഹല കൃഷ്ണോ വർണ്ണാശ്ചമേ യസ്മാത് തസ്മാത് കൃഷ്ണാഹം അർജുന. കൃഷ്ണ അഹം അർജുന. ഹേ അർജുന, എനിക്ക് ഈ പേരിടാൻ കാരണം കൃഷാമി പൃഥിവീം പാർത്ഥ ഭൂത്വാ കാർഷയസ്തോഹല. കലപ്പ കൊണ്ട് മണ്ണിൽ ഉഴുതു മറിക്കുന്നത് പോലെ, കാർഷയസ്തോ ഹല, ഹല എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കലപ്പ. ഇരുമ്പ് കലപ്പ ഏത്? മഹാഭാരതം 5000 വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചിരിക്കുക. അതിൽ കൃഷാമി പൃഥിവീം പാർത്ഥ, കൃഷാമി പൃഥിവീം പാർത്ഥ. ഇവിടെ കൃഷാമി പൃഥിവീം പാർത്ഥ ഭൂത്വ കാർഷയസ്തോഹല, കലപ്പ കൊണ്ട് ഉഴുത് മറിച്ചിട്ട മണ്ണ്. അപ്പോൾ ഇത് വിശദമായിട്ട് ഗുരുമുഖത്തുനിന്ന് എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു പേരാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അടിയൻ. ഗുരു പറയും, ഇവിടെ ഈ കലപ്പ കൊണ്ട് ഉഴുതു മറിച്ചിടുന്ന മണ്ണ് ഓരോ മനുഷ്യൻ്റെയും ബുദ്ധിയെ, ബോധത്തിലെ അതിനെയാണ് ഉഴുതുമറിക്കുന്നത്. എന്നിട്ട് ഞാനവിടെ 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത ഞാൻ ഇതിൽ വിതയ്ക്കുന്നു. ആ വിതയ്ക്കുന്നത് വികസിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും തൻ്റെ ജീവിതം കലിയുഗത്തിൽ ഇപ്പോൾ ഇവിടെ ധന്യമാക്കി തീർക്കാൻ സാധിക്കും. ഇതാണ് ഈ കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നെ കൃഷ്ണ, എൻ്റെ കളർ നീ കണ്ടില്ലേടാ, നീലമേഘ ശ്യാമവട കൃഷ്ണോ വർണ്ണാശ്ചമി യസ്മത് തസ്മത് കൃഷ്ണാഹം അർജുന. ഈ നീലാകാശത്തിൻ്റെ നിറം എനിക്കുണ്ടായതുകൊണ്ടാണ് എനിക്ക് കൃഷ്ണൻ എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ശങ്കരാചാര്യ സ്വാമികൾ കൃഷ്ണനെ നല്ലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ ഇതൊക്കെ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞു, അപ്പോൾ എന്തെങ്കിലും ഒരു ഭാഷ്യം നീ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം എഴുതി. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഈ ശങ്കരാചാര്യക്ക് ഞാൻ ഇനീഷ്യൽ പറയും AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശങ്കരാചാര്യ. കാരണം ഈ വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം എഴുതിയപ്പോൾ അദ്ദേഹം 64 ഗ്രന്ഥങ്ങളാണ് റെഫർ ചെയ്ത് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഭാഷ്യം പ്രൂവ് ചെയ്തത്. അത് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ മലയാളത്തിൽ ആദ്യമായി വിഷ്ണു സഹസ്രനാമം 1000 വാക്കിൻ്റെ അർത്ഥവും ഇൻ്റർപ്രിട്ടേഷനും എന്നുള്ള ഇതുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ആദ്യം തന്നെ എഴുതുന്നൊരു മംഗള ശ്ലോകമുണ്ട്. സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിശുകാരിണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. ഇത് രസമാണില്ലേ?
കേൾക്കാൻ തന്നെ സച്ചിദാനന്ദ രൂപം, സത്ത് ചിത്ത് ആനന്ദരൂപനാണ് ഹേ കൃഷ്ണ അങ്ങ് എനിക്ക് സച്ചിദാനന്ദ രൂപായ കൃഷ്ണായ ക്ലിശുകാരിണേ. ടേക്ക് ഇറ്റ് ഈസി. അവനവൻ്റെ ജീവിതത്തെ ഈസിയായി ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ ഓരോ വ്യക്തിയുടെയും ജീവിത ലക്ഷ്യം സാർത്ഥമാക്കാൻ ബുദ്ധിരൂപേണ ബോധരൂപേണ പ്രചോദനം നൽകുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് പ്രാണൻ. പ്രാണൻ എന്നാൽ കോസ്മിക് എനർജി. കർഷയിതി കൃഷ്ണ, അന്തരാത്മാവായി ജ്വലിക്കുന്നതാണ് കൃഷ്ണൻ. അപ്പൊ സച്ചിദാനന്ദ രൂപായ കൃഷ്ണായ ക്ലിശുകാരിണേ നമോ വേദാന്തവേദ്യായ. വേദാന്തങ്ങളിലും പ്രതിപാദിക്കുന്നത് ഈ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ തത്വമാണ്. അങ്ങനെയുള്ള കൃഷ്ണനെ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. ബുദ്ധിരൂപത്തിൽ ബോധരൂപത്തിൽ ചിത്തരൂപത്തിൽ ബുദ്ധിയുടെ സാക്ഷിയായി എൻ്റെ ഗുരുവായി കൃഷ്ണൻ വരണമെന്ന്. കൃഷ്ണ അങ്ങ് എൻ്റെ ഗുരുവായി ഹൃദയത്തിൽ ബുദ്ധിയിൽ ബോധത്തിൽ വിളങ്ങണമെന്നാണ് ശങ്കരാചാര്യർ വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. ഏതായാലും ശരി, ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളാണ് ഭാരത ഹൃദയത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിരിക്കുന്ന സബ്ജക്റ്റ്. എന്താണ്? നമ്മൾ കഴിഞ്ഞ ആഴ്ച ശരണമയ്യപ്പ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ വന്ന് ഒരു ഉമ്മച്ചി ഒഴികെ ബാക്കി എല്ലാവരും, സ്വന്തം മാതാവൊഴികെ ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ട ഒരു ചെറിയ കുഞ്ഞിനെ എടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി താലോലിക്കുന്ന വൈറലായ ഒരു വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ മനസ്സിലാക്കണം, ഇതാണ് ഭാരത ഹൃദയത്തിൽ കുട്ടികൾക്കുള്ള സ്വാധീനം. ഇതെന്താണ് ഇത്ര വരാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണൻ്റെ ബാലലീലകൾ അവനവൻ്റെ കുട്ടികളിലും പേരക്കുട്ടികളിലും കാണുകയും വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ഒരു അപ്പൂപ്പൻ വന്ന് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എനിക്ക് ഇപ്പോൾ പഴയതുപോലെ ജപിക്കാനും കൃഷ്ണനെ ഉപാസന ചെയ്യാനും ഒന്നും സാധിക്കുന്നില്ല. എന്താ ചോദിച്ചു. എൻ്റെ മകളെ പ്രസവിച്ചു, ഒരു കുട്ടിയുണ്ടായി, അതിനുശേഷം കുട്ടിയുടെ ശല്യം കാരണം എനിക്ക് ശരിക്കും പഠിക്കാനൊന്നും പറ്റുന്നില്ല, എൻ്റെ ശ്രദ്ധ ഈ കൃഷ്ണനിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു കൊടുത്താണ്, ഒരു കാര്യം ചെയ്തോളൂ, ഇന്ന് മുതൽ ആ കുഞ്ഞിനെ ശ്രീകൃഷ്ണനായി കണ്ടാൽ മതി എന്ന്. അപ്പോൾ ശ്രീകൃഷ്ണനായി അദ്ദേഹം കാണുകയും കൃഷ്ണൻ്റെ ബാലലീലകൾ സ്വന്തം പേരക്കിടാവിൽ കാണുകയും അതിൽ ആസ്വദിക്കുകയും അങ്ങനെ കൃഷ്ണൻ്റെ ബാലലീലകൾ ജീവിതത്തിൽ അനുഭൂതിയിലേക്ക് എത്തുകയും ചെയ്തു. ഇത് എനിക്കും നിങ്ങൾക്കും മാനവരാശിക്കും അവരവരുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, അല്ലാതൊരു കൃഷ്ണനെയൊന്നും ഇനിയിപ്പം നമ്മളിപ്പം പോയിട്ട് കാണാനൊന്നും പറ്റില്ല. കാരണം ഇതങ്ങ് ത്രേതായുഗത്തിൽ ദ്വാപരയുഗത്തിൽ ജനിച്ച കൃഷ്ണനെ ഇനിയിപ്പം കാണാനൊന്നും പോകുന്നില്ല. ഇങ്ങനെയൊക്കെ കാണാൻ പോവുള്ളൂ. ബി പ്രാക്ടിക്കൽ. ഇങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നോക്കൂ, ഒരു വശത്ത് ജനിച്ചപ്പോൾ തന്നെ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിക്കേണ്ടി വന്ന കൃഷ്ണൻ, അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ നഷ്ടപ്പെട്ട ഒരു കൃഷ്ണൻ, മറുവശത്ത് ബാലലീലകൾ ആടുന്ന കൃഷ്ണൻ. ആ കൃഷ്ണനാണ് മായക്കണ്ണൻ. ആ മായക്കണ്ണനാണ് നമ്മുടെയൊക്കെ മനസ്സിനെ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീശങ്കര ഭഗവത്പാദര് പഞ്ചദശി വിവേക ചൂടാമണി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ചിത്തസ്യ ശുദ്ധയോ കർമ്മ നതു വസ്തുപലഭ്യതേ വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭി. ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ബാലലീലകളിലൂടെ ഓരോ ഭാരതീയൻ്റെയും ഓരോ ഹിന്ദുവിൻ്റെയും ഓരോ സനാതന ഹൈന്ദവ സംസ്കൃതിയുടെ വക്താക്കളുടെയും ഹൃദയത്തിൽ കൃഷ്ണൻ ബാലലീലകളാടി ഓരോ മനസ്സിനെയും ജീവിതത്തിൻ്റെ ആസ്വാദ്യതകളിലേക്ക് മായക്കണ്ണൻ
ഉയർത്തുകയാണ്. അപ്പോൾ നമ്മൾ ധ്യാനം ചൊല്ലുന്ന സമയത്ത് ഓം വേണുവാദനകരാഭ്യായ നമ, വേണുവാദനകരാഭ്യായ നമ എന്നുള്ളതാണ് ആ മന്ത്രത്തിൽ പറഞ്ഞത്. ഒന്നുമല്ല, മുരളീധരൻ കേട്ട് കാണും, എല്ലാവർക്കും ഇഷ്ടം പോലെ പേരുണ്ടാവും. ഇനി അവരോട് പോയി ചോദിക്കണം മുരളീധരൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഒന്നുമല്ല, മുരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ചീപ്പസ്റ്റ് ദി ബെസ്റ്റ് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ് ഓടക്കുഴൽ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തു കൃഷ്ണൻ. അപ്പോൾ ശ്രദ്ധിക്കണം, ആ പാഴ്മുളം തണ്ടാണ് മുരളി. ഇതിന് 9 ദ്വാരങ്ങളാണ്. ശ്രദ്ധിക്കണം, ഇങ്ങനെ വിളിക്കുന്നത് ഈ ഓടക്കുഴൽ നമ്മൾ ഓരോ മനുഷ്യൻ്റെയും ശരീരമാണ്. നവദ്വാരേ പുരേ ദേഹി ഹംസയെ ലോലായുധേ ബഹി. അകത്തും പുറത്തും ജ്വലിക്കുന്ന ഈ ജീവാത്മാവായ കൃഷ്ണൻ, പരബ്രഹ്മസ്വരൂപമായ കൃഷ്ണൻ എൻ്റെ ജീവാത്മാവായി നിന്ന് ഈ 9 ദ്വാരം, സമയം കിട്ടുമ്പോൾ എണ്ണി നോക്കണം, അവനവൻ നമുക്ക് 9 ദ്വാരമാണ്. ഈ 9 ദ്വാരങ്ങളിലൂടെ ഈ കൃഷ്ണൻ്റെ ജ്വാല പ്രകാശം പുറത്തോട്ട് വമിക്കുന്നതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ജീവനെ, ഈ വ്യക്തിയെ, ഈ വ്യക്തിത്വത്തെ ഉയർത്തുന്നവനാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് മുരളീധരൻ. അതുകൊണ്ടാണ് ഈ ഓടക്കുഴലിന് ഇത്ര പ്രത്യേകത. നിങ്ങളുടെ ഇന്ന് വീട്ടിൽ ഓടക്കുഴലില്ലാത്ത കൃഷ്ണനാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ TV ഓഫ് ചെയ്യുക, എല്ലാ പരിപാടിയും ഓഫ് ചെയ്യുക, ഉടനെ അവിടെ ഒരു ഓടക്കുഴൽ മേടിച്ചുകൊണ്ട് പോകണം. ഓടക്കുഴലില്ലാത്ത കൃഷ്ണൻ, ആയുധമില്ലാത്ത പട്ടാളക്കാരൻ അതിർത്തിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ചൈനയിലെ സൈന്യമോ പാകിസ്ഥാൻ ടെററിസ്റ്റുകളോ കിച്ച് അല്ല, പാകിസ്ഥാൻ മുസ്ലിം ടെററിസ്റ്റുകളോ കിച്ചായിട്ട് തട്ടും. അതുപോലെ നമ്മുടെ ജീവിതം ഗോപി നമ്മുടെ ജീവിതത്തെ, ഓരോ വ്യക്തിയെയും ഈ ഓടക്കുഴലിലൂടെ പുല്ലാങ്കുഴ സംഗീതമാക്കി മാറ്റുകയാണ് കൃഷ്ണൻ. ഇതാണ് ഋഷിയുടെ വിഷനും മിഷനും. ഇതാണ് കൃഷ്ണസങ്കല്പത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ള്. കാരണം പശുർവേസ്തി ശിശുർവേസ്തി വേസ്തി ഗാനരസം. പശു എന്ന് പറഞ്ഞാൽ ഏത് മൃഗവും, ഇൻക്ലൂഡിങ് പശു, ഏത് മൃഗവും ഏത് കുട്ടിയെയും ഉയർത്തുന്നതിനാണ്. ഇതാണ് ഈ പുല്ലാങ്കുഴ സംഗീതമാണ് ഭാരതീയ ഹൃദയം. അപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട്, ചിരിപ്പിച്ചുകൊണ്ട്, ചിന്തിപ്പിച്ചുകൊണ്ട്, ബാലലീലകളാടി സന്തോഷിച്ചുകൊണ്ട്, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തെ പടിപടിയായി ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഭഗവാന്റെ അവതാരം. അപ്പോൾ ദുഃഖ വിമോചകനായ കൃഷ്ണൻ, കർഷയിതി കൃഷ്ണ, ജീവിതത്തിലെ ഹൃദയത്തിലെ അട്രാക്റ്റീവ് ബ്രെയിൻ, അട്രാക്റ്റീവ് ആറ്റിറ്റ്യൂഡ്, അട്രാക്റ്റീവ് തോട്ട്, അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി, ഇതാണ് കൃഷ്ണൻ. കുട്ടികളെ പഠിപ്പിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. അല്ലാതെ വെറുതെ അമ്പലങ്ങളിൽ മാത്രമുള്ള തൊഴുതു പോകുന്ന ഒരു കൃഷ്ണനിൽ നിന്നും ഉയരണം, വളരണം. കാരണം AI യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അത്യുജ്വലമായ കുതിപ്പിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ബുദ്ധിക്കും യുക്തിക്കും കോമൺ സെൻസിനും ആസക്തി ചെയ്യുന്ന രീതിയിൽ അതാണ് കൃഷ്ണൻ, അവനവൻ്റെ ബോധസ്വരൂപമായ കൃഷ്ണൻ. അപ്പോൾ ആ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി, ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വലിനെ, ഇതിനെ ആനന്ദിപ്പിക്കുന്ന കൃഷ്ണൻ, ആ കൃഷ്ണൻ നമുക്ക് പൂർണ്ണാവതാരമായി അവതരിക്കുകയാണ്. എന്താണ് ഈ കൃഷ്ണാവതാരത്തിൻ്റെ ഇത്രയധികം പ്രത്യേകത? മറ്റൊന്നുമല്ല, കൃഷ്ണാവതാരം എന്തിനാണ് കൃഷ്ണാവതാരം? നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്തിനാണ് കൃഷ്ണാവതാരം എന്ന്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അത് ശ്രീമദ് ഭാഗവതം നമുക്ക് എടുത്തു നോക്കാം. ഭഗവാൻ തന്നെ പറയുന്നത്, നിശീതേ 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 തമ ഉദ്ഭൂതേ ജായമാനാ ജനാർദ്ദന, നിശീതേ തമ ഉദ്ഭൂതേ ജായമാനാ ജനാർദ്ദന. നിശീതേ അഷ്ടമി രോഹിണി നാളിൽ അർദ്ധരാത്രി കൂരിരുട്ടിൽ, കുരാക്കൂരിരുട്ടിൽ ജായമാനേ ജനാർദ്ദന, കൃഷ്ണൻ ജനാർദ്ദനനായി അവതരിച്ചു. എന്താണ്
എവിടെയാണ് അവതരിച്ചത് എന്നുള്ളതാണ് ഇവിടെ കുട്ടികളുടെ ചോദ്യം. നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മുടെ കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികളോട് പറയണം, നമ്മുടെയൊക്കെ ജീവിതമാണ്, നമ്മുടെയൊക്കെ ബുദ്ധിയാണ്, നമ്മുടെയൊക്കെ ഹൃദയമാണ്, നമ്മുടെയൊക്കെ ചിന്തകളാണ് ഇരുളടഞ്ഞിരിക്കുന്നത്. ഭഗവാൻ പറയുന്നത് കാർപ്പണ്യദോഷോ പഹത സ്വഭാവാത് പൃച്ഛാമി ത്വാം ധർമ്മ മുഹു സമൂഢ ചെയ്താൽ യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തസ്മൈ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നാം എന്ന് അർജുനൻ പറഞ്ഞു. ഈ കാർപ്പണ്യദോഷം ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഇരുട്ടാണ്. ഈ ഇരുട്ടിലാണ് കൃഷ്ണാവതാരം. നിശീതേ തമോദ്ഭൂതേ ജായമാന ജനാർദ്ദനം. ജനാർദ്ദനൻ എന്താണ്? ജനാർദ്ദനൻ ജനം എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ജന്മവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അങ്ങ് ബ്രഹ്മാവ് മുതൽ പിപീലിക യാ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു, ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ ശരീരമെടുത്ത എല്ലാവരെയും, അങ്ങനെയുള്ളവരെ, അങ്ങനെയുള്ള ജനത്തെ, ജന്മമെടുത്ത സർവചരാചരങ്ങളെയും ഇഷ്ടമുള്ളവരെ നെഞ്ചോട് ചേർക്കും ജനാർദ്ദന. ഇഷ്ടമുള്ളവനെ അവരെ മാറോട് ചേർക്കുകയും തെറ്റിക്കഴിഞ്ഞാൽ, ശത്രുപാളയത്തിൽ വന്നു കഴിഞ്ഞാൽ, അധർമ്മം വന്നു കഴിഞ്ഞാൽ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ വ്യക്തിയുടെയും അധർമ്മത്തെ നിഷ്കാസനം ചെയ്യുന്നവനാണ് കൃഷ്ണൻ. അതാണ് ഇവിടെ ജനാർദ്ദനൻ അവതരിച്ചു. കൃഷ്ണാവതാരം എത്ര മനോഹരമാണ്. നമ്മുടെയൊക്കെ ജന്മം തന്നെ കൃഷ്ണാവതാരമാക്കി മാറ്റിയെടുക്കണം. എൻ്റെ അച്ഛനെ തന്നെ പഠിപ്പിച്ചതാണ്. എൻ്റെ അച്ഛനെ എനിക്ക് ജന്മം നൽകുമ്പോൾ കൃഷ്ണ എന്ന് വിളിച്ചിട്ടായതുകൊണ്ടായിരിക്കണം ഈ കൃഷ്ണനും ഞാനുമായിട്ട് ഇത്ര ഇത്. എൻ്റെ കയ്യിൽ നമ്പറൊക്കെ ഉണ്ട്, ഫോൺ നമ്പറുണ്ട്, മറ്റേ എല്ലാ നമ്പറും ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ല, ഏത് ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാ, എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാ. എൻ്റെയും ഗോപികമാരുടെയും. മകലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. ഗോപികമാരുടെ കള്ളക്കാമുകനല്ല കൃഷ്ണൻ. ഗോപികമാരുടെ കള്ളക്കാമുകനല്ല കൃഷ്ണൻ. മറിച്ച് ഗോപികമാർ പറയുന്നു, ഗോപിക ഇതെടുത്ത് നോക്കണം ഭാഗവതത്തിൽ. നഗല ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. സർവചരാചരങ്ങളുടെയും സർവജീവജാലങ്ങളുടെയും അന്തരാത്മാവാണ് ഈശ്വര സർവഭൂതാനി ഹൃദ്ദേശ അർജുന തിഷ്ഠതി. ഭഗവത്ഗീതയിൽ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചില്ലേ, ഹേ അർജുന, സർവചരാചരങ്ങളുടെയും ഹൃദയ ഗുഹാക്ഷേത്രത്തിലാണ് എൻ്റെ ശ്രീലകമെന്ന് ഭഗവാൻ പഠിപ്പിച്ചു. അപ്പോൾ നിശീതേ തമോദ്ഭൂത ജായമാനേ ജനാർദ്ദന. എന്തിനാണ് കൃഷ്ണൻ അവതരിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാം കൃഷ്ണൻ എത്ര ഭാര്യമാരാണ്. മറ്റൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതും അറിയാം. എന്തിനാണ് 16,008 ഭാര്യമാർ. അപ്പോൾ മഹാവിഷ്ണു ഒരു ദിവസം പെട്ടെന്ന് മൊബൈലിൽ നാരദരെ വിളിച്ചു. അപ്പോൾ നാരദർ പറഞ്ഞു, നിങ്ങൾ വിളിക്കുന്ന കസ്റ്റമർ ഇതാണ്, ഐ വിൽ കാൾ യു ബാക്ക് എന്ന് പെട്ടെന്നൊരു മെസ്സേജും വന്നു. ഉടൻ വാട്സാപ്പ് മെസ്സേജ് കൊടുത്തു. വാട്സാപ്പ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൃഷ്ണന് നാരദർക്ക് മഹാവിഷ്ണു വാട്സാപ്പ് മെസ്സേജ് കൊടുത്തു. പെട്ടെന്ന് മൊബൈൽ എടുത്തു പറഞ്ഞു, ഹേ മിസ്റ്റർ നാരദർ, പെട്ടെന്ന് ഭൂമിയിൽ പോയിട്ട് കൃഷ്ണൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് പെട്ടെന്നൊരു വീഡിയോ എടുത്ത് ഇങ്ങോട്ട് വാട്സാപ്പിൽ വിടുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ മഹാവിഷ്ണു പറഞ്ഞു, നാരദർ ഇവിടെ നിന്ന് കിട്ടി, നേരെ ഭൂമിയിൽ വന്നു. സാക്ഷാൽ മഹാവിഷ്ണു പൂർണ്ണാവതാരമെടുത്തിട്ട് ഭൂമിയിൽ അവതരിച്ചാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ സാർത്ഥകമാക്കാനാണ് ഈ അവതാരം. ആ കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? ഭാഗവതം എടുത്ത് നോക്കണം, സമയം കിട്ടുമ്പോൾ പഠിക്കണം. ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഭാര്യയോട് കിന്നാരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണം, 16,008 ഭാര്യമാർ. ഒരു ഭാര്യേനെയും കൂട്ടി പർച്ചേസ് ചെയ്യാൻ പോയിരിക്കുന്നു, ഒരു ഭാര്യേനെയും കൂട്ടി സിനിമയ്ക്ക് പോയിരിക്കുന്നു, ഒരു ഭാര്യയെയും കൂട്ടിയിട്ട് പാർക്കിൽ പോയിരിക്കുന്നു. ഒരു സ്ഥലത്ത് പോയപ്പോൾ കൃഷ്ണൻ്റെ ഒരു മകൻ്റെ കല്യാണം ആലോചിക്കുന്നു. വേറൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഭാര്യയും മകളെയും കൂട്ടി MBBSൻ്റെ അഡ്മിഷന് പോയിരിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയും കൂടെ എൻ്റെ മകളെ MBBSൻ്റെ അഡ്മിഷന് പോയി. ഒരു സ്ഥലത്ത് പോയപ്പോഴേക്ക് അനന്തരവൻ്റെ അടുത്ത് പോയിരിക്കുന്നു, ഒരു സ്ഥലത്ത് പോയപ്പോൾ അനന്തരവൻ്റെ അടുത്ത് പോയിരിക്കുന്നു. ഒരു സ്ഥലത്ത് പോയപ്പോൾ ഭഗവാൻ ഒരു വൈഫിനെയും കൂട്ടി നേരെ പോയിരിക്കുന്നത് കാനഡയ്ക്ക് പോയിരിക്കുന്നത്. എന്താ കാനഡ? അവിടെ എൻ്റെ പെങ്ങളുടെ മകൻ അവിടെയാണ് ഉള്ളത്. ഉടൻ തന്നെ കൃഷ്ണൻ അവിടെ നിന്ന് നേരെ
വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെ നേരെ അമേരിക്കയിൽ പോയിട്ടേ വരുള്ളൂ എന്ന്. കാരണം അമേരിക്കയിൽ എൻ്റെ ഒരു പെങ്ങടെ മകളുണ്ട്. അവിടുന്ന് നേരെ എൻ്റെ മകൻ്റെ അടുത്തോട്ട് വന്നു. കൃഷ്ണൻ്റെ വേറൊരു മകൻ്റെ അടുത്തോട്ട് പഠിത്തത്തിന് എൻ്റെ മകൻ പഠിക്കുകയെന്ന്. അതുപോലെ കൃഷ്ണൻ്റെ മകൻ്റെ പഠിത്തത്തിൽ വേറെ സ്ഥലത്തോട്ട് പോയി നോക്കുമ്പോൾ കൃഷ്ണൻ പാത്രം കഴുകുക, പഠിക്കണം. ചേച്ചിമാർ, ഇത് കേൾക്കുന്ന ചേച്ചിമാർ എല്ലാവരും ഭർത്താവിനെ ഇത് കേൾപ്പിക്കണം. ഭാഗവതം എടുത്ത് നോക്കൂ, ഞാൻ പറയുന്നതല്ല. പാത്രം കഴുകുന്നു, വേറെ സ്ഥലത്ത് നോക്കുമ്പോൾ ഭാര്യയും കൂട്ടി ഊഞ്ഞാലിൽ ആടുന്നു, വേറെ സ്ഥലത്ത് നോക്കുമ്പോൾ അടിച്ചു വാരുന്നു, വേറെ സ്ഥലത്ത് നോക്കുമ്പോൾ വീട് ക്ലീൻ ചെയ്യുന്നു, വേറെ സ്ഥലത്ത് നോക്കുമ്പോൾ പൂന്തോട്ടം വൃത്തിയാക്കുന്നു, വേറെ സ്ഥലത്ത് പോകുമ്പോൾ വണ്ടി എടുത്തിട്ട് സ്പീഡിൽ അടിച്ച് വിടുക. എടാ എനിക്ക് എമർജൻസി ആയിട്ട് എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞിട്ട്. ഇങ്ങനെ ശ്രദ്ധിക്കണം. ഓരോ വീടുകളിൽ പോകുമ്പോഴും ഓരോ രീതിയിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന മാനവരാശി ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ട ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കാണുകയാണ്. 16,008 കുടുംബത്തിൽ ചെന്നു കഴിഞ്ഞപ്പോഴും ഈ റിപ്പോർട്ട് വീഡിയോ എടുത്ത് നേരെ നാരദർ മഹാവിഷ്ണുവിനെ അയച്ചു കൊടുത്തു. ഭാഗവതത്തിൽ നോക്കണം, ഞാൻ പറയുന്നില്ല കള്ളത്തരമുണ്ടോയെന്ന്. ഒരു കള്ളത്തരമില്ല. ഇതാണ് 16,008 രീതിയിലാണ് ആടിത്തരുന്നത്. തൻ്റെ ജീവിതത്തിൽ ജീവിച്ചിരുന്ന കൃഷ്ണൻ, പച്ചയായ ജീവിച്ചിരുന്ന കൃഷ്ണൻ ആടി കാണിച്ചു തരികയാണ്. ഗൃഹസ്ഥാശ്രമികൾ എന്താണ്? സ്വധർമ്മം അഭിജാവേക്ഷ ന വികമ്പിതുമർഹസി. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ അവനവൻ ചെയ്യണം. അപ്പൊ ഇവിടെ എന്താണ്? പുത്രധർമ്മം, അച്ഛനും അമ്മയും പരിപാലിക്കുന്നു. പുത്രീധർമ്മം, അച്ഛനും അമ്മയും പരിപാലിക്കുന്നു. ഭർത്തൃധർമ്മം, ഭർത്താവ് എന്ന നിലയിൽ. പിതാധർമ്മം, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു. അവിടെ ഒരു ദിവസം പോകുമ്പോൾ റോഡൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. എന്താണ് അവിടെ? പൗരധർമ്മം. ഒരു സ്ഥലത്ത് വയ്ക്കുമ്പോൾ അവിടെ നാട്ടുകാരെല്ലാ കാര്യങ്ങൾ ഭരിക്കുക ചെയ്യുന്നത് രാജാവാണല്ലോ ഭരിക്കുക ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രധർമ്മം. ഇതുപോലെ അവനവൻ ചെയ്യേണ്ട ധർമ്മങ്ങൾ 124 വർഷം ആടിക്കാണിച്ചു തരികയാണ് കൃഷ്ണൻ. എന്തിന്? അവനവൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കൃഷ്ണനാടിയതുപോലെ ധർമാധിഷ്ഠിത ജീവിതം നയിച്ച് കാണിച്ചു തരണമെന്ന് ഓരോ കൃഷ്ണഭക്തന്മാരും പ്രതിജ്ഞ എടുക്കണം. അവനവൻ്റെ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം ഞാനൊരു ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യണം. എൻ്റെ ഭാര്യ ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ അവൾ ചെയ്യേണ്ടത് അവൾ ചെയ്യണം. എൻ്റെ അച്ഛൻ ഗൃഹസ്ഥാശ്രമിയായ എന്ന നിലയിൽ ചെയ്യേണ്ടത് അച്ഛൻ ചെയ്യണം. എൻ്റെ അമ്മ ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ ചെയ്യേണ്ടത് അമ്മ ചെയ്യണം. എൻ്റെ മക്കൾ, പഠിക്കുന്ന മക്കൾ ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ ചെയ്യേണ്ടത് എൻ്റെ മക്കൾ ചെയ്യണം. ഒരു പൗരനെന്ന നിലയിൽ എൻ്റെ രാഷ്ട്രത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യണം. ഇതാണ് പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സന്തോഷിച്ചുകൊണ്ട് സന്തോഷം വാരി വലിച്ചെറിയണം. വസന്തവത് ലോകഹിതം ചരന്തി. ലോകത്തിന് മുഴുവൻ സന്തോഷിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉയർത്തി ഓരോ ജീവിതത്തെയും ഉയർത്തി 124 വർഷം കൃഷ്ണൻ കാണിച്ചു കൊടുക്കുകയാണ് മാനവരാശിയോട് എങ്ങനെ ജീവിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നിൻ്റെ പ്രത്യേകത, കൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത, അവനവൻ്റെ വീടുകളിൽ അവനവൻ്റെ ഗൃഹത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇവിടെ AI യുഗത്തിൽ ഈ സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ചന്ദ്രയാൻ വരെ എത്തി നിൽക്കുന്ന ലോകത്തിലെ 4ാമത്തെ ശക്തിയായ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത് ലോകത്തിലെ 5ാമത്തെ ശക്തിയായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ പൗരനും അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ ബുദ്ധിരഹം ബുദ്ധി തേജസ്നാമഹം, ബുദ്ധിയുടെ എല്ലാം ബുദ്ധിയായി കൃഷ്ണൻ അവതരിക്കുകയാണ് ഓരോ മനുഷ്യൻ്റെയും ബുദ്ധിയിലും ബോധത്തിലും. തിരുമേനി, എന്താ ഗോപാലൻ നായരെ, ഇത് ഭഗവാൻ എവിടെയാ പറഞ്ഞത്? എടുത്ത് ഭാഗവതത്തിൽ നോക്കടോ. തൻ്റെ മായയാണ് ഇതൊക്കെയെന്ന്. കൃഷ്ണസ്യ യോഗവീര്യം തത് യോഗമായാനുഭാവിതം. ഞാൻ യോഗമായ കാണിച്ചു തരികയാണ്. ഓരോ വ്യക്തികളും ചെയ്യേണ്ട അതാതു ധർമ്മങ്ങൾ ചെയ്ത് കാണിച്ചു തരികയാണ് ഞാൻ. അതാണ്. ഇനിയോ
യോഗമായാനുഭാവിതം. യോഗമായ കാട്ടിത്തരുന്ന, ഞാൻ കാട്ടിത്തരുന്ന എൻ്റെ യോഗമായാണ് കൃഷ്ണലീലകൾ. ആ കൃഷ്ണലീലകളിലൂടെ നിങ്ങളുടെ മനസ്സിനെയാണ് ഞാൻ കവർന്നത്. മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയ. കൃഷ്ണൻ പറയുന്നു, എന്നിൽ ബുദ്ധിയും മനസ്സിലും അർപ്പിക്കൂ. മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയ. ഒന്നും സംശയിക്കണ്ട, നിങ്ങൾ എൻ്റെ നെഞ്ചിൽ വളരുന്നു. കൃഷ്ണൻ ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണം. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മരയുധ്യജ മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, മനസ്സെന്നിൽ അർപ്പിച്ചുകൊണ്ട്, ചിത്തമെന്നിൽ അർപ്പിച്ചുകൊണ്ട്, ചിന്തകൾ എന്നിൽ അർപ്പിച്ചുകൊണ്ട്, ബുദ്ധി എന്നെ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇച്ചു കഴിഞ്ഞ ജോലികൾ, വിഹിത കർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകൂ. എത്ര സിമ്പിളാണ്. ഞാനിതുകൊണ്ടാണ് ഈ പരിപാടിയും കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. വിത്തൗട്ട് എക്സ്പെൻസ്. ഒരു യാഗം എത്ര കോടികളാണ്, ഒരു ക്ഷേത്ര ദർശനം എന്തോരം ചിലവാണ്, അവിടെ എല്ലാം ചിലവോടുകൂടി ചിലവ്. ഇത് എന്ത്, ലവ് മാത്രം മതി. കട്ട് ചെയ്ത് ബാലൻസ്, ചിലവില്ല, വെറും ലവ്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ അവതാരം എന്താണ്? ഈ അവതാര സമയത്ത് ശരണമയ്യപ്പ, അവതാര സമയത്ത് എല്ലാ ദേവീദേവന്മാരും ദേവകി വസുദേവന്മാർ ഇവിടെ ആ കാരാഗ്രഹത്തിൽ പ്രസവിക്കുന്ന സമയത്ത് ചൊല്ലുന്നൊരു മന്ത്രമുണ്ട് ഭാഗവത്തിൽ. എനിക്കത് വളരെ ഇഷ്ടമുള്ളൊരു മന്ത്രമാണ്. ശരണമയ്യപ്പ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യം സത്യസ്യ സത്യ മൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാം. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യം സത്യസ്യ സത്യ മൃതസത്യമേകം സത്യാത്മകം ത്വാം ശരണം പ്രപദ്യേ. ഇങ്ങനെ 10 സത്യം. എന്താണ് ഈ 10 ദശാവതാരങ്ങളിൽ 10ാമത്തെ അവതാരമാണ് ഞാൻ. ഇനി ശരണമയ്യപ്പ. ഈ ഗുരുവായൂരമ്പലത്തിൽ നമ്മൾ പോകുമ്പോൾ ആ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ, അതിപ്പോൾ നമ്മൾ വാഗചാർത്തായാലും നിർമാല്യ ദർശനത്തിലായാലും, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മദ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം പോകാൻ. കാരണം ഭഗവാൻ പറയുന്നു, യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാകുന്നു. അങ്ങനെ ആ നിർമാല്യ ദർശനത്തിന് ക്യൂ നിൽക്കുമ്പോൾ ആ നാമജപ ഘോഷത്തിലൂടെ നമ്മൾ നിൽക്കണം. അത് എന്താണ്? നിർമാല്യ ദർശനത്തിൽ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ ജപിക്കേണ്ട നാമം എന്താണ്? എൻ്റെ പരമ്പരാപ്രാപ്തം, പരമ്പരാഗതമായിട്ട് ഞങ്ങളിത് പഠിച്ച് ചൊല്ലുന്നതാണ് ഗുരുവായൂർ ക്യൂ നിൽക്കുമ്പം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ശരണമയ്യപ്പ. അപ്പോൾ ഇപ്പോൾ കേട്ട ഈ മന്ത്രം, ഇത് പൂന്താനം നമ്പൂതിരി നാലമ്പലത്തിനകത്ത് എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു മന്ത്രമാണ്. അങ്ങനെയാണ് പൂന്താനത്തിന് ജ്ഞാനപ്പാന ഭഗവാൻ കൊടുത്തത്. നമുക്കുമൊക്കെ ജീവിതമാകുന്ന ജ്ഞാനപ്പാനയ്ക്ക് ഭഗവാൻ അനുഗ്രഹിക്കണം. ജീവിതം ഏറ്റവും ശ്രേഷ്ഠതരമാവാൻ ഈ ഒരു ശ്ലോകം വളരെ നല്ലതാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദനനാണ്. അതിനൊക്കെ മന്ത്രങ്ങൾ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ ഗാം വിന്ദതി ഇതി ഗോവിന്ദൻ. ശബ്ദബ്രഹ്മമായി പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നതാണ് കൃഷ്ണൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തൻ്റെ സ്ഥിതിയിൽ നിന്നും പതിച്ച് താഴത്തോട്ട് പോകാത്ത ആ പ്രപഞ്ച ചൈതന്യമാണ് ഞാൻ എന്നുള്ളതാണ് അർത്ഥം. അച്യുതാനന്ദ ഗോവിന്ദ മാധവ. മാധവൻ എന്ന് പറഞ്ഞാൽ മായയെ ധരിക്കുന്നവൻ, ധനത്തിനെ ധരിക്കുന്നവൻ, സമ്പത്തിനെ ധരിക്കുന്നവൻ, ഒപ്പം
ബുദ്ധിയിൽ ബോധത്തെ ബുദ്ധി ബോധത്തെ ധരിക്കുന്നവൻ. അപ്പോൾ ബുദ്ധി ബോധം ഉപയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ ധനത്തിനെ സ്വന്തമാക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ ചൊല്ലി ആ കൃഷ്ണനെ പോയിട്ട് തൊഴുത് ആ കൃഷ്ണ നാമത്തിൽ നിന്നും വിഗ്രഹത്തിൽ നിന്നും ഹൃദയ ഗുഹാക്ഷേത്രത്തിലോട്ട് കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആ കണ്ണനെ കിട്ടി. കണ്ണ് അടച്ച് പിടിച്ച് മുന്നോട്ട് പോയി കണ്ണനെ ഹൃദയത്തിൽ നിറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ പാൽപ്പായസം വഴിപാട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മേടിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഈ കൃഷ്ണനെ പാലിൽ നിന്നും തൈരായി കൺവേർട്ട് ചെയ്യുന്നത് പോലെ, പാലിൽ നിന്നും തൈരായി കൺവേർട്ട് ചെയ്ത വേറെ പ്രൊഡക്റ്റായി, ഇതുപോലെ അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പാർത്ഥസാരഥി ക്ഷേത്രം ഉണ്ടാവും. നേരെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോവുക. ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് തന്ത്രസമുച്ചയത്തിൽ തന്ത്രി ഉപയോഗിക്കുന്ന മന്ത്രമാണ് മേശാന്തി. നിത്യപൂജയ്ക്കും ആവാഹനയ്ക്കും ഉപയോഗിക്കുന്ന മന്ത്രമാണ് ശരണമയ്യപ്പ. അഗ്രേ കൃത്വാകമപി ചരണം ജാനുനൈകേന തിഷ്ഠൻ പശ്ചാത്പാർത്ഥം പ്രണയ വിവശേ നാലമഷ്ണേ ക്ഷമാണ സവ്യേത്തോത്രം കരസരസിജേ ദക്ഷിണേ ജ്ഞാനമുദ്ര മാഭിബാണോ രഥമധിവസൻ പാതുനസ്സുതവേഷ. ഇതാണ് പാർത്ഥസാരഥിയായ കൃഷ്ണൻ്റെ ധ്യാനം. സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കളായതുകൊണ്ടാണ് നിങ്ങൾക്കിത് കേൾക്കാൻ സാധിച്ചത്. എന്താണ്? ഒരു പാദം മുന്നോട്ട് വച്ച് PT ഉഷ ഓടാൻ ഇരിക്കുന്നത് പോലെ ഇരുന്നുകൊണ്ട് മറ്റേ കാൽ മുട്ടുകുത്തി നിൽക്കുന്നവനും ഓടാൻ നിൽക്കുന്നത് പോലെ നിൽക്കുന്നത്, പിന്നിൽ അർജുനനെ നോക്കിക്കൊണ്ട് പ്രണയാർദ്രമായി കാരുണ്യ നേത്രം കൊണ്ട് നോക്കുന്നു. ഇടതു കൈയിൽ ആ ചമ്മട്ടിക്കോലും 5 പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളുടെ വെള്ളക്കുതിരകളുടെ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് വലത്തെ കൈയിൽ ചിന്മുദ്ര കാട്ടിക്കൊണ്ടുള്ള ഈ കൃഷ്ണൻ മനസ്സിൽ പതിയണം. കാരണം തന്ത്രസമുച്ചയത്തിലെ പാർത്ഥസാരഥിയാണ്. ഇത് പതിഞ്ഞെങ്കിൽ മാത്രമേ പൃഥയുടെ പുത്രനായ കൃഷ്ണൻ പൃഥയുടെ പുത്രനായ അർജുനാണ്. പൃഥയുടെ പുത്രനായ ഭൂമിയുടെ പുത്രനായ അർജുനൻ്റെ സാരഥിയായി മാറുള്ളൂ. ബുദ്ധിയിൽ ബോധത്തിൽ നിറഞ്ഞു നിൽക്കുള്ളൂ. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃഷ്ണൻ പാർത്ഥസാരഥിയായിരിക്കണം. പരമാർത്ഥ ജ്ഞാനം തന്ന് ബുദ്ധിയെ ബോധത്തെ വികസിപ്പിക്കുന്നവനാകണം. എങ്ങനെ? പ്രപന്ന പാരിജാതായ തോത്രവൈത്രേകപാണയെ ജ്ഞാനമുദ്രായ കൃഷ്ണ മൃതദുഹേ നമ. ജ്ഞാനമുദ്ര കാണിച്ചുകൊണ്ടുള്ള ആ കൃഷ്ണൻ. അപ്പോൾ ആ കൃഷ്ണനെയാണ് നമ്മൾ ഉപാസന ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ കൃഷ്ണൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയാണ് നമ്മൾ കാണുന്നത്. ഈ കൃഷ്ണനെ ഗാന്ധാരി മാതാവ് ശപിക്കുന്ന ഒരു രംഗമുണ്ട് മഹാഭാരതത്തിൽ. എല്ലാവരും മഹാഭാരത യുദ്ധത്തിന് ശേഷം ഗാന്ധാരി വന്ന് കണ്ണിൻ്റെ കെട്ടഴിക്കുന്നത്, അതുവരെ കണ്ണടച്ച് നിൽക്കുന്ന ഗാന്ധാരി അന്ന് വന്ന മക്കളുടെ ശരീരങ്ങളെല്ലാം കണ്ട് കൃഷ്ണ ഇവിടെ വരൂ പറഞ്ഞു വിളിച്ച് അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കൃഷ്ണ നിൻ്റെ ഒരൊറ്റ കെയർലെസ്സുകാരനാണ്. ഏത് സ്വന്തം മക്കളുടെ കുറ്റം അടച്ചു വെച്ചിട്ട് സ്വന്തം മക്കളാണ് യുദ്ധം നടത്തുന്നത്. കൃഷ്ണ നിൻ്റെ ഒരൊറ്റ കെയർലെസ്സുകാരനാണ്. നമ്മളൊക്കെ മറ്റൊരാളെ പഴിചാറാറുണ്ടല്ലോ. ഈ യുദ്ധം നടന്നത് അതുകൊണ്ട് ഇന്നേക്ക് 36-ാമത്തെ വർഷം നീയും നിൻ്റെ കുടുംബവും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും നീയും ഇതുപോലെ പെട്ടഞ്ഞ് മരിക്കാൻ ഇടവരട്ടെ എന്ന് ഗാന്ധാരി മാതാവ് കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി, ജീവിച്ചിരിക്കുന്ന കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി ശപിച്ചു. ആ ശാപവാക്ക് കേട്ടിട്ട് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഹസൻ ഇവ ഭാരത. കുരുക്ഷേത്ര യുദ്ധരംഗത്ത് പോലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ ഗാന്ധാരി മാതാവിൻ്റെ ശാപം കേട്ട് കഴിഞ്ഞപ്പോഴും ചിരിച്ചുകൊണ്ട് കൃഷ്ണനോട് ഗാന്ധാരി മാതാവിനോട് പറഞ്ഞു, ഹേ ഗാന്ധാരി മാതാവേ,
അമ്മയുടെ അനുഗ്രഹമായി ഞാനത് സ്വീകരിക്കും. കാരണം എനിക്കെന്നായാലും ഈ എടുത്ത ശരീരം ഒരു ദിവസം ഉപേക്ഷിക്കേണ്ടതുണ്ട്. ആ ഉപേക്ഷിക്കുന്നത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാകട്ടെ എന്ന് പറഞ്ഞു. എന്തിന് കൃഷ്ണൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്താണ് ഡിപ്രഷൻ എന്ന മഹാരോഗമായിരുന്നു കൃഷ്ണൻ്റെ അച്ഛനും അമ്മയ്ക്കും. ഇതറിഞ്ഞതുകൊണ്ടാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ വിഷാദ രോഗത്തെ വിഷാദ യോഗമാക്കി മാറ്റുന്നത് 1-ാമത്തെ അധ്യായത്തിൽ. അവിടെ എൻ്റെ കൃഷ്ണൻ പറയുന്നുണ്ട് അച്ഛനോടും അമ്മയോട്, അമ്മേ അച്ഛ ഇവിടെ വരൂ. യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസഹൃത് ചിന്തയന്താം കൃതസ്നാഹൗ യാന്യേധേ മദ്ഗതിം പരം. യുവാമാം പുത്രഭാവേന, നിങ്ങളെന്നെ പുത്രഭാവേന ഇപ്പോഴും അവിടെ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ചാസ്യഹൃത്. ചാസ്യഹൃത് പറഞ്ഞാൽ എപ്പോഴും നിങ്ങളെന്നെ പുത്രഭാവേന സ്നേഹിക്കുക മാത്രമാണ് അമ്മയെ ചെയ്തത്, അച്ഛ ചെയ്തത്. എപ്പോഴും ബ്രഹ്മഭാവത്തിൽ നിങ്ങളെന്നെ ചിന്തിച്ചിരുന്നെങ്കിൽ ഹേ അമ്മേ, ഹേ അച്ഛ, ഹേ മാതാജി, ഹേ പിതാജി, നിങ്ങൾക്കും എൻ്റെ ഉത്കൃഷ്ടഗതിയെ പ്രാപിച്ച് എന്നോടൊപ്പം നിങ്ങൾക്കും ഉയരാമായിരുന്നു. വിശ്വരൂപ ദർശനം ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാമായിരുന്നു. ഇനി കൃഷ്ണൻ അച്ഛനോടും അമ്മയോടും ഇത് പറഞ്ഞു. യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത്. അവതാരമൂർത്തിയായി നമ്മുടെ മുന്നിൽ ജീവിച്ച് പച്ചയായ മജ്ജയും മാംസവുമുള്ള കൃഷ്ണൻ ജീവിച്ച് അവതരിച്ച് കാണിച്ചു തന്ന ഭഗവാൻ സ്വർഗാരോഹണം നടത്തി. അതുകൊണ്ട് ഇനി ഭഗവാനെ എങ്ങനെ കാണണമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. അവജാനന്തി മാം മൂഢ മാനുഷിൻ തനുമാശ്രിതം പരംഭാവമജാനന്ദം മമ ഭൂതമഹേശ്വരം. ഈശ്വര സർവഭൂതാനി, സർവചരാചരങ്ങളിലും മമ ഭൂതമഹ അവജാനന്തി മാം മൂഢ. ഞാൻ അഷ്ടമി രോഹിണി നാളിൽ ജനിച്ചിരുന്നു. അവജാനന്തി മാം മൂഢ, ഞാൻ ജനിച്ചിരുന്ന സ്വർഗാരോഹണം നടത്തി. അവജാനന്തി മാം, ഇപ്പം ഞാൻ ജനിച്ച കൃഷ്ണൻ അവജാനന്തി മാം മൂഢ. മൂഢന്മാരാണ് ആ കൃഷ്ണനെ മുറുകെ പിടിക്കല്. അവജാനന്തി മാം മൂഢ മാനുഷിം തനുമാശ്രിതം. മനുഷ്യാവതാരമെടുത്ത് ശരീരമെടുത്ത കൃഷ്ണൻ പൂർണ്ണാവതാരമെടുത്ത് പരമാത്മാവിലേക്ക് ലയിച്ചു ചേർന്നു. അത് മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ എന്നെ ചിന്തിച്ച്, എന്നിട്ടോ 11-ാം അധ്യായത്തിൽ വിശ്വരൂപ ദർശന യോഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ മഹത് ചൈതന്യം എന്ന നിലയിലോട്ട് നമ്മൾ ഉയരണം. എന്നിട്ടോ ഭഗവാൻ സ്വർഗാരോഹണം നടത്തിയതിന് ശേഷമാണ് ഭഗവാന്റെ അച്ഛനും അമ്മയും വരുന്നത്. എൻ്റെ മകനെവിടെ പോയി ബലരാമൻ, എൻ്റെ മകനെവിടെ പോയി കൃഷ്ണൻ എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വന്ന് വിശേഷങ്ങൾ പറയുന്നു. ഭഗവാൻ സ്വർഗാരോഹണം നടത്തിയെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ അവതാരമൂർത്തിയായ പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും വേദവ്യാസ ഭഗവാൻ ഭാഗവതത്തിൽ കൃത്യമായി എഴുതി വെച്ചു. ശ്രീ സുഖബ്രഹ്മോഷി നമ്മളെ പഠിപ്പിച്ചു. എടുത്തു നോക്കണം. തലകറങ്ങി അബോധാവസ്ഥയിൽ തലയടിച്ച് കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും മറഞ്ഞുകെട്ടി വീണു എന്നുള്ളതൊക്കെയാണ്. എന്നിട്ടോ പ്രാണാംശ്ച വിജുഗുസ്തത്ര ഭഗവദ്വിരഹാതുര. പ്രാണാംശ്ച വിജുഗുസ്തത്ര ഭഗവദ്വിരഹാതുര. തൻ്റെ മകൻ സ്വധാമത്തിലേക്ക് എഴുന്നള്ളി എന്ന് അറിഞ്ഞപ്പോൾ പ്രാണാംശ വിജുഗുസ്തത്ര ഭഗവദ്വിരഹാതുര. ഭഗവാന്റെ വിരഹം കാരണം, ആ ദുഃഖം കാരണം, പുത്രദുഃഖം കാരണം നീറി ഹൃദയം തകർന്ന് പെട്ടഞ്ഞ് പ്രാണാംശ്ച വിജുഗുസ്തത്ര
പ്രാണനെ ഉപേക്ഷിച്ചു, ശരീരം ഉപേക്ഷിച്ചു. വേദവ്യാസ ഭഗവാൻ വരച്ച ചിത്രം പഠിക്കുന്നത് നല്ലതായിരിക്കും. പൂർണ്ണാവതാരമായ കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും ഇതുപോലെ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ കൃഷ്ണനോ തൻ്റെ ജീവിതം മുഴുവൻ എന്തായിരുന്നു? നിരായുധീകരണത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിട്ടാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്താ പറ്റിയത്? ഭക്തിയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉയർന്ന് ജ്ഞാനത്തിനകത്തോട് തേഷാജ്ഞാനി നിത്യയുക്തം ഏകഭക്തിർ വിശിഷ്യതേ. അപ്പോൾ ഭക്തനാണ് സമേ സച മമേ പ്രിയ, അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. തേഷാം ജ്ഞാനി നിത്യയുക്ത, എനിക്ക് ജ്ഞാനികളോടാണ് അത്യധികം ഇഷ്ടം. അപ്പോൾ ഭക്തി എന്ന ചിറകും ജ്ഞാനമെന്ന ചിറകും, രണ്ട് ചിറകുകൾ കൊണ്ട് മാത്രമേ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം നിരായുധീകരണത്തിൻ്റെ വക്താവാണ് കൃഷ്ണൻ. നമുക്കറിയാം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാൻ എത്ര വട്ടം ചർച്ചകൾ നടത്തി, എല്ലാം പരാജയപ്പെട്ടു. ഒടുവിൽ ഭഗവാൻ പറയുന്നുണ്ട്, അർജുന ഞാൻ നിൻ്റെ തേരാളിയായി വരാം, പക്ഷേ നിരായുധനായിട്ടാണ് ഞാൻ വരിക. അപ്പോൾ ആയുധമെടുക്കാത്ത കൃഷ്ണനാണ് യുദ്ധഭൂമിയിലോട്ട് പോകുന്നത്. അപ്പോൾ എന്താണ്? അദ്വേഷ്ട സർവഭൂതേഷു മൈത്രകരുണയേവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖ ക്ഷമീ. അദ്വേഷ്ട സർവഭൂതാനാം, ഒന്നിനെയും വെറുക്കരുത്. മൈത്ര കരുണയേവച, പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും സ്നേഹിപ്പിക്കണമെന്ന്, സ്നേഹമാണ് അഖില സാരമൊഴിയെന്ന് പഠിപ്പിച്ച പൂർണ്ണാവതാരമെന്ന്. എന്നിട്ട് എല്ലാത്തിനോടും സുഖദുഃഖ ഒരുപോലെ കണ്ട് എല്ലാത്തിനെയും ക്ഷമിക്കൂ എന്ന് പറയുന്നു. ഈ ക്ഷമിക്കാൻ പറയുന്ന അവതാരമാണ് കൃഷ്ണൻ. അപ്പോൾ വാശി, പക, വൈരാഗ്യം, വെറുപ്പ് മുതലായിരിക്കുന്ന അക്രമം, ഹിംസ മുതലായിരിക്കുന്ന ദുഷ്ടദുരിത വികാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാറ്റി, ക്ഷമയും അതുപോലെ തന്നെ ക്രോധം എന്ന വികാരത്തെയും മാറ്റി, പകരം ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. എൻ്റെ വിശിഷ്ടമായ യോഗത്തെ ഈ പ്രപഞ്ചം മുഴുവൻ സൗന്ദര്യാത്മകമായി കാണാൻ നിനക്കിതാ ഞാൻ സുദർശനം തരുന്നുണ്ട്, സദ്ദർശനം ഞാൻ തരുന്നുണ്ട്. അപ്പം കൃഷ്ണൻ പറയുന്നത് എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നു. ഞാനിത് എൻ്റെ അച്ഛനിൽ നിന്നും പഠിച്ചതാണ്, ഞാനിത് അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നും പഠിച്ചതാണ്, എൻ്റെ ഗുരുവിൽ നിന്നും പഠിച്ചതാണ്. എന്നിട്ടോ എത്ര യോഗേശ്വര കൃഷ്ണ, എത്ര പാർത്ഥോ ധനുർധര, തത്ര ശ്രീ വിജയി ഭൂത്വ ധ്രുവ നീതിർ മതിർ മമ. നിതിർ ധ്രുവ നീതിർ മതിർ മമ. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എത്ര യോഗേശ്വരനായ കൃഷ്ണനും സർവയോഗങ്ങളും കൃഷ്ണനാണ്, കൃഷ്ണനിൽ നിന്നുമാണ് സർവവും. യോഗം വളരെ മോശമെന്ന് പറയല്ലേ. അപ്പോൾ എല്ലാ യോഗങ്ങളും കൃഷ്ണൻ. അപ്പോൾ എത്ര യോഗേശ്വര കൃഷ്ണ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യോജിക്കേണ്ടതെല്ലാം കൃഷ്ണനിലൂടെയാണ്. ഒപ്പം എത്ര യോഗേശ്വര കൃഷ്ണ തത്ര പാർത്ഥോ ധനുർധര. എന്ത്? അമ്പും വില്ലുമെടുത്ത കൃഷ്ണനെയും ഒരുപോലെ ഉപാസന ചെയ്യണം. എന്താ കാരണം? അവനവൻ്റെ കർമ്മരംഗത്ത് സ്വധർമ്മമപിചാപേക്ഷ ന വികമ്പിതുമർഹസി. അവനവൻ്റെ കർമ്മരംഗത്ത് കർമ്മം ചെയ്തുകൊണ്ട് കൃഷ്ണോപാസനയിലൂടെ ജീവിതമെല്ലാവരും ധന്യമാക്കണം എന്നുള്ളതാണ് പൂർണ്ണാവതാരമെടുത്ത് കൃഷ്ണൻ നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. ഭാഗവതം പഠിക്കണം, പ്രചരിപ്പിക്കണം, ഭാഗവതത്തിലൂടെ ജന്മം ധന്യമാക്കണം, ഭഗവത്ഗീത പഠിപ്പിക്കണം. ലോകത്തിൽ 20ലധികം യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നു. അൾട്രാ മോഡേൺ സയൻസാണ് ഇതിനകത്തുള്ളത്. ഒപ്പം എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം എന്നുള്ളതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ നമുക്ക് ഭഗവത്ഗീത എന്ന ഗ്രന്ഥം ദാനം ചെയ്ത് നമുക്ക് തരാൻ വേണ്ടി മാത്രമാണ് പൂർണ്ണാവതാരമെടുത്തുള്ളത്. ആ കൃഷ്ണൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തോടൊപ്പം
കൃഷ്ണൻ പറഞ്ഞ, കൃഷ്ണൻ നൽകിയ ഭഗവത്ഗീത പഠിക്കുക, നമ്മളെ മക്കളെ പഠിപ്പിക്കുക, നമ്മളെ കൊച്ചുമക്കളെ പഠിപ്പിക്കുക. എല്ലാവർക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ.